أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد കിതാബില്ലേ എല്ലാവരുടെയും കയ്യിൽ? ഓ ഈ ഇപ്പൊ നമ്മള് സർഫ് നെഹവ് സർഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് റസാഖ് ഞങ്ങളെ മൈക്ക് ഇപ്പൊ ക്ലിയർ ഉണ്ടോ? അത് വേറെ ഒരു മൈക്ക് ഓൺ ആക്കിയിട്ട് അതിന്റെ നോയ്സ് ആയിരുന്നു. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നഹ്വ് സർഫായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഭാഗമാണെന്ന് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ റെക്കോർഡിങ് കേട്ടും കിതാബ് നോക്കിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് സൂചിപ്പിച്ചിട്ട് കൂടുതൽ ആയത്തിലേക്ക് പോകാൻ പറ്റും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഭാഷേനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അറബി ഭാഷ പഠിക്കണം. നമ്മൾ ഏത് കിതാബുകളും പഠിക്കുന്നുണ്ട്. വേറെ ഹദീസ് പഠിക്കുന്നുണ്ട്, ഫിഖ് ഉണ്ട്, പിന്നെ അഖീദ ഉണ്ട്, തസവുഫ് ഉണ്ട്. ഇതൊക്കെ അറബി ഭാഷ മാധ്യമമാക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാ വിഷയത്തിലേക്കും കണക്ട് ചെയ്തൊരു വിഷയമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് അറബി മനസ്സിലായാലാണ് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് എളുപ്പം ഉണ്ടാവുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സ്ക്രീന് നല്ലോണം ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ എഴുതാനുള്ള ഒരു സൗകര്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അറബിയിൽ ഒരു സെന്റൻസ് എന്ന അർത്ഥത്തിലാണ് ഈ കലാം എന്നൊരു പദം സൂചിപ്പിക്കുന്നത്. സെന്റൻസ്, ഒരു വാചകം എന്നൊക്കെ പറഞ്ഞത് അതിന് അറബിയിൽ എന്താണ് പറയാ? കലാം എന്നാണ് പറയാ. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് കലാം. ഓക്കെ, ഈ കലാം എന്ത് കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്? കെലിമത്തുകൾ കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. കെലിമത്തുകൾ കൂടിയിട്ടാണ് കലാം ഉണ്ടാവുന്നത്. നമുക്കറിയാം കെലിമത്ത് എന്ന് പറഞ്ഞാൽ വേർഡ്സ് കൂടിയിട്ടാണ്, വാക്കുകൾ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? കലാം ഉണ്ടാവുന്നത്, ഒരു സെന്റൻസ് ഉണ്ടാവുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. എന്നിട്ട് ആ വിഷയം പറഞ്ഞിട്ട് നമ്മൾ കെലിമത്തിനെ, വാക്കുകൾ ഏതൊക്കെ തരത്തിൽ വരുന്നു പഠിച്ചു. വാക്കുകൾ ഏതൊക്കെ രീതിയിൽ വരും? ഇസ്മ, ഫീല്, ഹർഫ്. വാക്കുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇസ്മ, ഫീല്, ഹർഫ്, ഈ മൂന്നെണ്ണേ വാക്കുകളായിട്ടുള്ളൂ. ഒരു കെലിമത്ത് എടുത്താൽ ഒരു സെന്റൻസ് മൊത്തം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു സെയ്ദാണ് സാധാരണ ഉപയോഗിക്കല്ലേ. സെയ്ദ് അങ്ങാടിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. സെയ്ദ് അങ്ങാടി പോയി, ഈ മൂന്ന് വാക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ സെയ്ദ് എന്താണ്? ഒരു ഇസ്മാണ്. പോയി എന്നുള്ളത് ഒരു ഫെയിലാണ്. അങ്ങാടിയിലേക്ക് എന്നുള്ള ആ ഒരു അർത്ഥം ഉണ്ടല്ലോ, ഈ ഇല സൂക്കി എന്ന് പറയുന്നത്, പള്ളിയിലേക്ക് എന്നൊക്കെ വരുമ്പോൾ അവിടെയുള്ള ആ ഒരു അതിലേക്ക് എന്നുള്ളൊരു അർത്ഥം, അത് സൂചിപ്പിക്കാനാണ് ഈ ഹർഫ് ഉപയോഗിക്കുന്നത് അറബിയിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കലാം എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ്, ഒരു വാചകം. കെലിമത്ത് എന്ന് പറഞ്ഞാൽ വാക്ക്. അപ്പൊ വാക്കുകൾ കൂടിയിട്ടാണ് സെന്റൻസ് ഉണ്ടാകുന്നത്. ഈ വാക്കുകൾ ഏതൊക്കെയാണ് അറബിയിൽ പറയുമ്പോൾ? ഒന്ന് ഇസ്മ, പിന്നെ 2 ഫീല്, 3 ഹർഫ്. ഇസ്മ, ഫീല്, ഹർഫ്. മനസ്സിലായില്ലേ? ഇനി അതിൽ തന്നെ നമ്മള് ഫീലിനെ, ഇതിലുള്ള ഫീലിനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്തു. ഫീൽ എന്ന് പറഞ്ഞാൽ വെർബ് കേട്ടോ. ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, നെയിം, നൗൺ എന്നൊക്കെ പറയല്ലോ. ഫീൽ എന്ന് പറഞ്ഞാല് വെർബ്, കർമ്മങ്ങള്. ഹർഫ് എന്ന് പറഞ്ഞാല് അതല്ലാത്തത്, ഇസ്മു ഫീലും അല്ലാത്തത് എന്ന് മനസ്സിലാക്കാം.
അപ്പൊ അതിലുള്ള ഫീലിനെ നമ്മൾ നാലെണ്ണാക്കി തിരിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മാലി, മുലാരി, അമ്ര, നഹി. മാലി, മുലാരി ഓർ മുസ്തഖ്ബിൽ, അമ്ര, നഹി. ഓക്കെ, മാലി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കാൻ ഒരു ഫീൽ ഉപയോഗിക്കുമ്പോൾ അതിനാണ് പാസ്റ്റ് എന്ന് പറയാം. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഓർ ഫ്യൂച്ചർ, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അമ്ര എന്ന് പറഞ്ഞാലോ കൽപ്പന ക്രിയ, കൽപ്പന മീൻസ് ഓർഡറിങ്, ഒരാളോട് ചെയ്യുക, അതിനൊക്കെ സൂചിപ്പിക്കാനാണ് എന്ത് പറയാ, കമാൻഡിനാണ് അമ്ര പറയാം. നഹി എന്ന് പറഞ്ഞാല് പ്രോഹിബിറ്റ് ചെയ്യുക, ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറയാം, അതിനാണ് നഹി എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഫീലിനെ നാലാക്കി തിരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലായി കലാമുണ്ട്, പിന്നെ കെലിമത്തായി, പിന്നെ ഇസ്മ, ഫീല്, ഹർഫായിട്ട് കെലിമത്ത് തിരിഞ്ഞു. അതിലുള്ള ഫീലിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ രീതിയിലുണ്ട്? മാലി, മുലാരി, അമ്ര, നഹി, ഇങ്ങനെ നാലായിട്ടുണ്ട്. അത് ഇനിയപ്പോ ഈ ഫീല്, ഈ നമ്മൾ പറഞ്ഞല്ലോ ഫീലിനെ നാലാക്കി തിരിച്ചു. ഈ ഫീലിന്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫീലിനെ വേറെയും പല രീതിയിൽ വേർതിരിച്ചു. ഫീലിനെ ഒരർത്ഥത്തിൽ നമ്മൾ ഈ നാലാക്കി തിരിച്ചു. എങ്ങനെ? കഴിഞ്ഞ കാലത്തിനനുസരിച്ച്, കഴിഞ്ഞ കാലം, വരാനുള്ള കാലം എന്നതിനനുസരിച്ച് നാലാക്കി തിരിച്ചു. ഇനി ഒരു ഫീലിനെ തന്നെ വേറൊരു രീതിയിലും വേറെ പല രീതികളിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറെ ടെക്നിക്കൽ ടേംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉദാഹരണത്തിന് മുദക്കർ എന്നുണ്ട്, മുദക്കർ മുഅന്നസ് എന്ന് പറയും. മുദക്കർ മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ ഉണ്ടോ? ആ, അതെ അതെ, വെരി ഗുഡ്. ജെൻഡർ, അത് ആണിനെ സൂചിപ്പിക്കാനാണോ പെണ്ണിനെ സൂചിപ്പിക്കാനാണോ എന്നതാണ് മുദക്കർ മുഅന്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി വിശദീകരിക്കുന്നില്ല. മുദക്കർ മുഅന്നസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഒരു ഫീൽ അപ്പോ നമ്മൾ പറയാത്. ഇനി വേറൊരു രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഇപ്പൊ ഒരു രീതിയിൽ മുദക്കർ മുഅന്നസ് എന്ന രീതിയിൽ തരംതിരിക്കാൻ പറ്റും. വേറൊരു രീതിയിൽ ഫീലിനെ തരംതിരിക്കാം. അത് ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം. ഇതാരാണ് പറയുന്നത്, ആരെ പറ്റിയാണ് പറയുന്നത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വേർതിരിക്കാൻ പറ്റും. ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞ കാര്യം എന്നല്ല, മറഞ്ഞ ഒരാളെ പറ്റി സൂചിപ്പിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പോ അവനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാള് കാണാത്ത ഒരാളാണ്. അപ്പൊ അയാളെ പറ്റി അവൻ പോയി, അവൻ വന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ പേര്, ഇപ്പൊ സെയ്ദ് അടിച്ചു, സെയ്ദ് ഇവിടെ ഇല്ല, സെയ്ദ് വേറെ എവിടെയോ ആണ്. ഓക്കെ, മീൻ നമ്മൾ കാണുന്നില്ല, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അവൻ വന്നു, അവൻ പോയി, ആ ഒരു സെൻസിൽ പറയുന്ന അതിനാണ് ഗായിബ് എന്ന് പറയാം. ഹാദിർ എന്ന് പറഞ്ഞാലോ, ഹാദിർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരോട് നമ്മൾ പറയില്ലേ, നീ ചെയ്തു, നീ ചെയ്തില്ല, നീ കുടിച്ചു, അങ്ങനെ അങ്ങനെ പറയുമല്ലോ അടുത്തുള്ള ആളോട്, അല്ലെങ്കിൽ അടുത്തുള്ള സ്ത്രീയോട് അല്ലെങ്കിൽ പുരുഷനോട് അങ്ങനെ പറയുന്നതിനാണ് ഗായിബ് അല്ല ഹാദിർ എന്ന് പറയാം. ഇപ്പൊ ഗായിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ആളെ പറ്റി സൂചിപ്പിക്കാനാണ് ഗായിബ് എന്ന് പറയുന്നത്. ഹാദിർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലത്തുള്ള ആളോട് ഒരു ഫീല് പറയുന്നതിനാണ്. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാലോ, അത് ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്ന രീതിയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് മുത്തക്കല്ലിം ഉപയോഗിക്കുക. അപ്പൊ അവിടെ ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം. ഇത് ആരെ കുറിച്ചാണ്, മീൻസ് അതിലെ സബ്ജക്റ്റ് ആരാണ്, അവരുടെ റോൾ എന്താണ്, അവരിപ്പോ സ്ഥലത്തില്ലാത്ത ആളാണോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണോ, അല്ലെങ്കിൽ അത് സ്വയം ആണോ, സ്വന്തത്തെ പറ്റിയാണോ പറയുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം എന്ന് ഒരു ഫീലിനെ തരംതിരിക്കുന്നത്. ഇനി വേറൊരു സാധനം നമ്മൾ പറഞ്ഞു, മാറൂഫ്, മജ്ഹൂൽ. മാറൂഫ്, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ ഉണ്ടോ? ആ, ഏകവചനം എങ്ങനെ? ആ, യെസ് 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 യെസ്. വ്യക്തമായത് മീൻസ് അത് അറിയപ്പെടുക എന്നുള്ളതാണ്. സബ്ജക്റ്റ് അറിയാം. അതായത് ഒരാള് നമ്മള് ഉദാഹരണം പറഞ്ഞല്ലോ, കൊല്ലുക, കൊല്ലപ്പെടുക, അല്ലെ? രണ്ടും ഉണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, അത് എപ്പോഴാണ് പറയാ? അയാളെ കൊന്നത് ആരാണെന്ന് അറിയില്ല, അപ്പോഴാണ് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയാം, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഫീലിനാണ് എന്ത് പറയാ? മജ്ഹൂൽ എന്ന് പറയാ. അങ്ങനത്തെ ഫീലിനാണ് മജ്ഹൂൽ എന്ന് പറയാ. ഇവിടെ ഫായിലാണ്, ഇവിടുത്തെ ഒരു ഫായിലിനെ നോക്കിയിട്ടാണ്
ഇത് മജ്ഹൂലാണോ മാറൂഫ് ആണോ തീരുമാനിക്കുക. ഫായിൽ അറിയപ്പെട്ട ഒരു ഫീലിന്റെ ഫായിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാള് അടിച്ചു, അപ്പൊ അടിച്ചു എന്ന് പറയുമ്പോൾ അതിലുള്ള ഫായിലെ അടിച്ച ആളാരാണെന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഫീലിനാണ് നമ്മൾ മാറൂഫ് എന്ന് പറയും. ഫായിൽ അറിയപ്പെടുകയാണെങ്കിൽ അത് മാറൂഫ്, ഫായിൽ അറിയപ്പെടുന്നില്ലെങ്കിൽ അത് മജ്ഹൂല്. കൊല്ലപ്പെട്ടു, അടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഫീലുകൾ മജ്ഹൂലാണ്. അത് നോർമലി കുറച്ച് കുറവായിട്ടാണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ ഇതിനെ ആക്റ്റീവ് പാസീവ് എന്നൊക്കെ പറയാം. പാസീവ് വോയിസ് ഉണ്ട്, ആക്റ്റീവ് വോയിസ് ഉണ്ട്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ആള്, മീൻസ് നമ്മൾ പറഞ്ഞ മാറൂഫ്. മജ്ഹൂലാണ് എന്ത് പാസീവ് വോയിസ്. അപ്പൊ അത് വളരെ കുറച്ചേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ സാധാരണ രീതിയിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാഹിദ്, തസ്നിയ, ജം. വാഹിദ്, തസ്നിയ, ജം. വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരാളെ ഉള്ളൂ. തസ്നിയ എന്ന് പറഞ്ഞാൽ ഇത് അറബിന്റെ പ്രത്യേകതയാണ്, തസ്നിയ എന്ന് പറഞ്ഞ സാധനം. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ എന്തേ ഉള്ളൂ, ഒരാൾ പോയി, ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോയി. ഓക്കെ, ജമ്മിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോയി എന്നാ പറയാം. മീൻസ് അത് രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഒക്കെ കണക്കാം. പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. ഒരാൾ പോയി എന്നതിന് ഒരു പ്രത്യേക ഒരു വേർഡ് ഉണ്ട്. രണ്ടാൾ പോയി എന്നുള്ളതിന് വേറെ രൂപത്തിൽ പറയാൻ പറ്റും. രണ്ടിൽ കൂടുതൽ ആൾക്കാർ പോകുമ്പോഴാണ് അതൊരു ജം ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ജംഇനുള്ള പദമാക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോ വാഹിദ് ഉണ്ട്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. തസ്നിയ എന്ന് പറഞ്ഞാൽ ദ്വിവചനം, രണ്ടാൾക്കാരുണ്ട് അവിടെ. ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഓക്കെ, ഇനി 3, 4, അഞ്ചാമത്തെ രീതിയിൽ ഒരു ഫീലിനെ തരംതിരിക്കുന്നതാണ് സ്വഹീഹ്, മുഅ്തൽ എന്ന് പറയുന്നത്. സ്വഹീഹ്, മുഅ്തൽ. സ്വഹീഹ് എന്ന് പറഞ്ഞാല് ഈ ഫീല്, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഫീല്, അതില് അലിഫ്, വാവ്, യാ തുടങ്ങിയ അക്ഷരങ്ങൾ ആ ഫീലിൽ ഇല്ലെങ്കിൽ അതിനാണ് എന്ത് പറയാ, സ്വഹീഹ് എന്ന് പറയാം. അപ്പൊ ഫഅല എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു സ്വഹീഹാണ്. ഫഅല എന്ന് പറഞ്ഞാല് സ്വഹീഹാണ്. നേരെ മറിച്ച് കാല എന്ന് പറയാണ്. കാല എന്ന് പറഞ്ഞാല് അത് സ്വഹീഹല്ല. കാല എന്ന് പറഞ്ഞാൽ സ്വഹീഹ് അല്ലാതിരിക്കാൻ കാരണം എന്താ, നടുവിൽ അലിഫ് വന്നു. അലിഫ്, വാവ്, യാ, ഇതാണ് ഈ അലിഫ്, വാവ്, യാ. അലിഫ്, വാവ്, യാ എന്ന അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അത് മുഅ്തല്ലാകും, ആ ഫീല് മുഅ്തല്ലാകും, അല്ലാത്തത് സ്വഹീഹാണ്. ഓക്കെ, അങ്ങനെ 5 രീതിയിൽ ഒരു ഫീലിനെ വേർതിരിക്കാവുന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഇനി വരുന്ന എല്ലാ ഭാഗത്തേക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഉദാഹരണത്തിന് ഒരു സാധനം എടുക്കാം. അപ്പൊ ഇതൊക്കെ നമ്മള് കാണാതെ മനസ്സിലാക്കി, ഇത് കാണാപ്പാഠം പഠിക്കല്ല, ഇത് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഏതൊരു ഫീൽ എടുത്താലും നമ്മൾ ഫാല, ഫാല, സുറഫാക്കുമല്ലോ. ഈ ഫാല, ഫാല, ഫാലു, അത് എത്ര ഉണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടോ? ഫീലുകൾ എത്ര ഉണ്ടായിരുന്നത്? 14 ഉണ്ട്. ഈ 14 എടുത്താലും ഇതില് ഇതേപോലെ ഞാനിപ്പോ ഇങ്ങനെ വരച്ച കണ്ടില്ലേ, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ട് നമുക്ക് ഇത് ഈ അഞ്ചിലെയും ഏതെങ്കിലും ഒന്നായിരിക്കും എന്തുണ്ടാവുക, ഒരു ഫീൽ എടുത്താലുണ്ടാവുക. അതായത് ഈ ഫാല എന്ന സൗണ്ട് ഫഅല എന്ന് എടുക്കുകയാണെങ്കിൽ അത് ഈ സ്വഹീഹ്, മുഅ്തൽ നോക്കുമ്പോൾ അത് സ്വഹീഹാണ്. കാരണം അലിഫ്, വാവ്, യാ എന്നത് അക്ഷരത്തിലില്ല, ഇതിന്റെ അക്ഷരങ്ങളിലില്ല, ഫഅലയിലില്ല. ഇനി ഇത് വാഹിദ്, തസ്നിയ, ജം എടുക്കുമ്പോൾ ഇത് വാഹിദാണ്, വഹദാനാണ്. ബിക്കോസ് ഇതെന്താണ്, ഇത് ഒരാളെ പറ്റി പറയാണ്. ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്ന അർത്ഥം. അപ്പൊ ഇത് വഹദാനാണ്, വാഹിദാണ്. പിന്നെ മാറൂഫ്, മജ്ഹൂൽ നോക്കുമ്പോൾ ഇത് മാറൂഫാണോ മജ്ഹൂലാണോ? മാറൂഫാണോ മജ്ഹൂലാണോ? ഫഅല എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ മാറൂഫാണ്. ഇനി ഗായിബാണോ, ഹാദിറാണോ, മുത്തക്കല്ലിമാണോ? ഗായിബാണ്, കാരണം നമ്മള് അവൻ പോയി എന്നാ പറയുന്നത്. ഓക്കെ, ഇനി മുദക്കറാണോ, മുഅന്നസാണോ? മുദക്കറാണ്. ഓക്കെ, അപ്പൊ ഇനി ഫഅല എന്ന് എടുക്കുമ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഫഅല എന്ന് എടുക്കുമ്പോൾ ഫഅല പോലെ തന്നെയാണ് കുറെ വിഷയം, പക്ഷെ ഒന്നിൽ മാത്രം ഇവിടെ മാറ്റമുള്ളത്. അതേതാണ്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഫഅല നമ്മളിപ്പോ ഫഅല എന്നതിനെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇത് മുദക്കറാണ്, ഗായിബാണ്, മാറൂഫാണ്, വാഹിദാണ്, സ്വഹീഹാണ്. ക്ലിയർ?
ഇനി ഫഅല എന്നതാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഫഅലയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഫഅല എന്നതിനുണ്ട്. അർത്ഥത്തിൽ എന്താണ് ഡിഫറൻസ്? അത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? അത് വേർഡിൽ അലിഫ് കൂടുതലുണ്ട്. ബട്ട് അർത്ഥത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. യെസ്, വെരി ഗുഡ്. തസ്നിയ തസ്നിയ ആണ്. അപ്പൊ ഈ ബാക്കിയെല്ലാം ഫഅല പോലെ തന്നെയാണ്. ഫഅല എന്നതും. പക്ഷെ ഇത് തസ്നിയയാണ് എന്നൊരു പ്രത്യേകത ഉള്ളത്. കാരണം ഫഅല എന്നതിന്റെ അർത്ഥം എന്താണ്? രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തൊന്ന് ഫഅലു എന്നതാണെങ്കിലോ അവിടെ എന്താണ് മാറ്റം? ഓക്കെ, വെരി ഗുഡ്. അവിടെ ജം ആണ്. അവിടെ അർത്ഥം എന്താണ്? കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അപ്പൊ ഫഅലു കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഫഅലത്ത്. ഫഅലത്ത്. ഓക്കെ, ഫഅലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്കെ, യെസ്. അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. അപ്പൊ അവിടെ എന്താണ് മാറ്റം വരുന്നത്? ഈ ഫഅലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് മാറ്റം വരുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഫഅലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മാറ്റം എന്താണ്? ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഫഅലത്ത് വായിബാണ്, മാറൂഫാണ്, വാഹിദാണ്. കണ്ടോ, ഈ ഫഅല നോക്കുമ്പോൾ നമ്മൾ എന്താണ് മാറ്റം വന്നത്? അത് തസ്നിയാണ് എന്നുള്ളതാണ്. ഫഅല നോക്കുമ്പോൾ തസ്നിയാണെന്നുള്ളതാണ്. പക്ഷെ ഫഅലത്ത് വാഹിദ് തന്നെയാണ്, വാഹിദാൻ തന്നെയാണ്. അവിടെ ഒരു സ്ത്രീ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. സ്വഹീഹാണ്. പക്ഷെ ഇവിടെയുള്ള മാറ്റം മുദക്കറിന് പകരം ഇവിടെ മുഅന്നസായി എന്നുള്ളതാണ്. ഓക്കെ, മുദക്കറിന് പകരം ഇവിടെ മുഅന്നസായി എന്നുള്ളതാണ് ഇവിടെ വന്ന മാറ്റം. ഓക്കെ, ഈ ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന അത് കഴിഞ്ഞു. ഇനി ഫഅൽത്ത ഉണ്ട്. ഫഅൽത്ത ഇല്ലേ? ഫഅൽത്ത കേട്ടോ? ഫഅൽത്ത അതിന്റെ അർത്ഥം എന്താ വരിക? നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. എന്നാകുമ്പോ ഇവിടെ എന്താണ് മാറ്റം വരിക? ഏഹ് ഓക്കെ, വെരി ഗുഡ്. മുദക്കർ ഹാദിറാണ് വരിക. നിങ്ങൾ മുമ്പ് ദർസ് പഠിച്ചിട്ടുണ്ടോ? മുമ്പ് ദർസിൽ പഠിച്ചിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് എല്ലാവർക്കും അപ്പൊ ക്ലിയർ ആവുന്നില്ലേ? ബാക്കിയുള്ളവരും പറയും. ഓക്കെ, ഓക്കെ. ഫഅൽതു. അപ്പൊ ഫഅൽത എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ്? ഹാദിറാവുന്നു എന്നുള്ളതാണ് മാറ്റം. ബാക്കിയൊക്കെ നമ്മളെ ഫഅല പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫഅൽതു. ഈ ഫഅൽതു എന്നതിന്റെ അർത്ഥം എന്താ? ഫഅൽതു, ലാസ്റ്റത്തെ ഫഅൽതു. ഞാൻ പ്രവർത്തിച്ചു എന്നാണ്. അപ്പൊ അവിടെയുള്ള മാറ്റം എന്താ? യെസ്, വെരി ഗുഡ്. മുത്തക്കല്ലിമാണ് ഫഅൽതു എന്നുള്ളത്. ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചു. അതോ മുത്തക്കല്ലിമാണ്. അവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താ? യെസ്, മുത്തക്കല്ലിമാണ്, ജം ആണ്. അപ്പൊ ഈ രണ്ടെണ്ണവും അതിലുണ്ടാകും.
ഓക്കെ. അപ്പൊ ഇനി ഇത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ഈ വരുന്ന സാധനം. ഇത് കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. കണ്ടോ? അതെന്താണ് മനസ്സിലായോ? ഹുമാ എന്ന് പറഞ്ഞാല് യെസ് യെസ് യെസ്. ഹുവ എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മൾ ഏത് ഫീൽഡ് എടുത്താലും ഇത് നിങ്ങൾ എണ്ണി നോക്കൂ. 1 2 3 മൊത്തം എത്ര ഉണ്ട്? 14 എണ്ണം ഉണ്ട്. അപ്പൊ ഇതും നമ്മളെ ഈ സൊറഫാക്കുന്നത് ഇതിന്റെ ബേസിലാണ് വരിക. സൊറഫാക്കുന്നതൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സൊറഫാക്കുന്നത്. ഓക്കെ. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇതേ അർത്ഥമാണ് നമ്മൾ സൊറഫിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ സബ്ജക്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. സബ്ജക്റ്റുകൾ മാത്രമാണ് ഈ കാണുന്നത്. അറബിയിൽ അതിന് എന്ത് പറയും? ലൊമീർ എന്ന് പറയും. അറബിയിൽ എന്താ പറയാ? ലൊമീർ എന്ന് പറയും. ഇപ്പൊ ഫഅല എന്നതിൽ ലൊമീർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹുവയാണ് എന്നാ പറയേണ്ടത്. ഫഅല എന്നുള്ള ലൊമീർ ഹുവയാണ്. ഫഅല എന്നുള്ള എന്ന ഫീലില് ഹുവ എന്നൊരു സാധനം അവിടെ ഉള്ളതുകൊണ്ടാണ് അതിന് അവൻ പ്രവർത്തിച്ചു എന്നൊരു അർത്ഥം വരുന്നത്. അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്ന അർത്ഥം വരുന്നത് ഹുവ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പുരുഷന്മാർ, ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ, ഹുമ 2 പുരുഷനും സ്ത്രീക്ക് ഒരേ തന്നെ ഉപയോഗിക്കുന്നത്. ഹുമ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം രണ്ടാമത്തെ റോയിൽ അർത്ഥം 2 സ്ത്രീകൾ. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ, അല്ല നീ ഒരു പുരുഷൻ. അൻതുമ നിങ്ങൾ 2 പുരുഷന്മാർ. അൻതും നിങ്ങൾ കുറെ പുരുഷന്മാർ. അൻതി നീ ഒരു സ്ത്രീ. അൻതുമ നിങ്ങൾ 2 സ്ത്രീകൾ. അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. അന ഞാൻ. ഓക്കെ. അവിടെ ആണ്ണും പെണ്ണും ഒക്കെ കണക്കാം. ഞങ്ങൾ 2 പേരായാലും അല്ല ഒരാൾ മാത്രം. അന എന്ന് പറഞ്ഞാൽ ഞാൻ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന. നഹ്നു എന്ന് പറഞ്ഞാലോ ഞങ്ങൾ. അവിടെ 2ന് പ്രത്യേകിച്ച് പദമില്ല. 2ന് പ്രത്യേകിച്ച് പദമില്ല. അന നഹ്നു, ഫഅൽതു ഫഅൽന, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അർത്ഥം നമ്മൾ ഇതൊന്ന് കാണാതെ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സാധനമാണ്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. കണ്ടോ? ഇത് നമ്മൾ ഈസി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ 3 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അത് പറയാം. ഇത് 3 ആയിട്ടാണല്ലോ തരംതിരിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് 3 എന്താണ്? ഗായിബാണ്, മുദക്കറാണ്. ഗായിബാണ്, മുദക്കറാണ്. അതിലുള്ള വഹദാൻ എന്തായി? ആദ്യം പറഞ്ഞു. തസ്നിയ രണ്ടാമത് പറഞ്ഞു. ജമ്മ് മൂന്നാമത് പറഞ്ഞു. ഓക്കെ. ഹിയ ഹുമാ ഹുന്ന അത് ഗായിബായ മുഅന്നസിനെ പറ്റി സൂചിപ്പിക്കുന്നതാണ്. അപ്പോ ആദ്യത്തെ എന്താണ്? ഇവിടെ ഗായിബാണ് പ്ലസ് മുദക്കറാണ്. ഇവിടെ ഗായിബാണ് പ്ലസ് എന്തുവാണ്? മുഅന്നസുമാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ ഈ അൻത അൻതി അവരുടെ പ്രത്യേകത എന്താ? അത് രണ്ടും ഹാദിറാണ്. അൻത അൻതി ഹാദിറാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് വരി എന്താണ്? മുദക്കറാണ്. രണ്ടാമത്തെ വരി മുഅന്നസാണ്. ഇതാവുമ്പോ മുത്തക്കല്ലിമാണ് ഈ വരി. അവസാനത്തെ 2 വരി മുത്തക്കല്ലിമാണ്. ഓക്കെ. ഇനി ഇതൊക്കെ ഈ ഫസ്റ്റ് കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? വഹദാനാണ്, ഒരാളെ പറ്റി സൂചിപ്പിക്കാനാണ്. ഇതൊക്കെ 2 ആളെ പറ്റി സൂചിപ്പിക്കാനാണ്. ഇതൊക്കെ 2ൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കാനാണ്. ഈ നഹ്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിലെ പെടുക. 2ൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കാനാണ്. മനസ്സിലായോ? ഈ സ്ട്രക്ചറിൽ മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കാൻ പറ്റും. ഇതൊക്കെ ക്ലിയർ ആയില്ലേ?
നിങ്ങളാ ഒന്ന് പറഞ്ഞു നോക്കി. ഹുമ ഹുമ അല്ല ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന. മൈക്കോണാക്കി പറഞ്ഞു നോക്കി. ഉം, ഉം, ഉം. റ- റസാക്ക പറയണ്ടോ? കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ലല്ലോ. ജൻ ജൻഷേർക്ക് ക്ലാസ്സിലുണ്ടോ? ക്ലിയർ ആയില്ലേ? ഇപ്പൊ കുറെ ക്ലിയർ ആയില്ലേ? ഈ ഹുവ ഹുമാവൊക്കെ പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും ക്ലാരിറ്റി ഇല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒന്നുകൂടി മേലിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഫഅല ഫഅല, ഇനി ഇതിന്റെ അർത്ഥം വെക്കുമ്പോ നമ്മൾ ഈ ഹുവ ഹുമ ഈ ഒരു സംഭവം കൂടി ഓർത്ത് നോക്കണം കേട്ടോ. അതങ്ങ് വായിച്ചാലോ. അപ്പോ ഫഅല ഫഅല ഫഅലു അത് സുറഫാക്കി പഠിച്ചോ നിങ്ങള്? ഫഅല ഫഅല ഫഅലു പഠിച്ചോ? സിമ്പിൾ ആണ് സാധനം. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത്ത ഫഅൽന, ഫഅൽത്ത ഫഅൽത്തുമ ഫഅൽത്തും, ഫഅൽത്തി ഫഅൽത്തുമ ഫഅൽത്തുന്ന, ഫഅൽത്തു ഫഅൽന. അല്ലേ? അപ്പൊ ഈ ഹുവ ഹുമ ആ രീതിയിൽ എന്ത് ചെയ്യാം നമുക്കൊന്നുകൂടി. അപ്പൊ ഈ ഫഅല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ ഇത് നിങ്ങളെ അർത്ഥം പറയും. ഫഅല എന്ന് പറഞ്ഞാലോ? പിന്നെ ഫഅലത്ത് ഫഅൽന. ഫഅൽന അവർ രണ്ട് സ്ത്രീകളാണ്. എങ്ങനെ? ഫഅൽത്ത എന്ന് പറഞ്ഞാലോ? റസാഖാന്റെ മൈക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഓണാക്കുമ്പോ ഇവിടെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് എക്സിറ്റ് ആയിട്ട് നോക്കി നോക്കി സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോന്ന്. ഫഅൽത്ത എന്ന് പറഞ്ഞാലോ? ഫഅൽത്ത ഫഅൽത്ത. നീ ഒരു പുരുഷൻ. ഓക്കെ, ഇനി ഫഅൽത്തി ആണെങ്കിലോ? ഫഅൽത്തി ഫഅൽത്തി ആണെങ്കിലോ? നീ ഒരു സ്ത്രീ. നീ ഫഅൽത്തുമ രണ്ടാമത് പറഞ്ഞ ഫഅൽത്തുമ ആണെങ്കിലോ? നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽത്തുന്ന എന്നാണെങ്കിൽ ഓക്കെ. ഫഅൽത്തു ആണെങ്കിലോ? ഫഅൽന എന്നാണെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. ഓക്കെ, ക്ലിയർ. ഇനി റസാഖാന്റെ സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയില്ല കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാം, അൻതും എന്ന ലൊമീർ എവിടെ വരിക? ഇപ്പൊ ഓക്കെ, നിങ്ങളെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അൻതും എന്ന ലൊമീർ എവിടെ വരിക? അൻതും. യെസ്, വെരി ഗുഡ്. അൻതും ഇവിടെയാണ് വരിക. അൻതും എന്ന ലൊമീർ ഇവിടെയാണ് വരിക. ഇനി അന എന്നുള്ള ലൊമീർ എവിടെയാണ് വരിക? ഫഅലത്തോ? അന എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഫഅൽത്തുലാണ് അന വരിക. ഓക്കെ, ഇനി അടുത്തത് ഹുമ എന്ന ലൊമീർ. ഹുമ ഏത് അർത്ഥത്തിൽ വരും? ഹുമ രണ്ടർത്ഥത്തിൽ വരും. ഹുമ അവർ രണ്ട് സ്ത്രീകൾ എന്ന അർത്ഥത്തിലുള്ള ഹുമ എന്ന ലൊമീർ എവിടെ വരിക? അല്ലെ, ഞാൻ അതിന്റെ ഫീലാണ് ചോദിക്കുന്നത്. ഹുമ എന്ന ലൊമീർ വന്ന ഫീൽ ഇതിൽ ഏതാണ്? ഫഅൽതുമ അല്ല, ഫഅൽതുമയിലെ ലൊമീർ അൻതുമ എന്നതാണ്. ഞാൻ പറയുന്നത് ഹുമ എന്ന ലൊമീർ വന്നതാ. ഹുമ. യെസ്. ഫഅലത്ത് ഫഅലത്ത. സ്പെല്ലിംഗ് മാറരുത് കേട്ടോ. കണ്ടോ, ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ഈ ഫഅലത്ത എന്നതിലാണ് ഹുമ എന്നുള്ള ലൊമീർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഫഅല എന്നതിലെ ലൊമീർ ഏതാ? മുകളിലുള്ള ഫഅല എന്നില്ലേ, അതിലുള്ള ലൊമീർ ഏതാ? യെസ്, അതിലുള്ള ലൊമീറും എന്താണ്? ഹുമ എന്നതാണ്. ഓക്കെ, ഇനി അൻതി എന്ന ലൊമീർ ഇതിലേത് ഫീലുള്ളത്? അൻതി. യെസ്. ഫഅൽതി എന്നതിലാണ് അൻതി എന്ന ലൊമീർ ഉള്ളത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഗുഡ്. അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സർഫ് എന്ന് പറഞ്ഞാല്. ഈ പണ്ട് നമ്മൾ ദർസിൽ പഠിക്കുമ്പോ ഒന്നാം ദർസ് പറഞ്ഞ സംഭവം ഉണ്ടാവും, കേട്ടില്ലേ? മഗ്‌രിബിന് ശേഷമുള്ള സമയമാണ് എന്ത് ഒന്നാം ദർസ് എന്ന് പറയാം. ഇശാഇന് ശേഷമുള്ള സമയത്തിന് രണ്ടാം ദർസ് എന്നും പറയും. അപ്പൊ ഈ ഒന്നാം ദർസിൽ മിക്കവാറും ഗ്രൂപ്പൊക്കെ ആയിട്ട് അർത്ഥം വെച്ച് പഠിക്കുക ചെയ്യാം. അതിനുശേഷം രണ്ടാം ദർസിൽ ചിലപ്പോ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കിട്ടൂല. ചിലരൊക്കെ എന്ത് ചെയ്യും, ഒന്നാം ദർസിൽ ഗ്രൂപ്പായിട്ടൊക്കെ വെച്ച് അർത്ഥമൊക്കെ വെച്ച് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ സർഫാക്കാൻ തുടങ്ങും. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചിലപ്പോൾ സർഫാക്കി കൊടുക്കും. ചിലർ ഒറ്റക്ക് ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് സർഫാക്കും. അങ്ങനെ ഇതൊരു എന്താ പറയാ, ഇതൊരു പ്രോസസ്സായി മാറും. ഉസ്താദ്മാര് പറയല്ലോ, ഉറക്കത്ത് ചോദിച്ചാലും കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ എത്തിക്കുക. ഇങ്ങനെ പണ്ട് ഏത് ഫീൽ കിട്ടിയാലും സർഫാക്കാൻ തുടങ്ങും. മലയാളത്തിലുള്ളതാണെങ്കിലും സർഫാക്കണം എന്നാ പറയാ. ഈ പണ്ട് കുട്ടികൾ കടലയൊക്കെ സർഫാക്കുമായിരുന്നു. ഫാല പോലെ കടല എന്ന് പറഞ്ഞിട്ട് സർഫാക്കും. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സർഫാക്കി പഠിക്കുന്നത്. ഏതായാലും നമുക്ക് വേറെ കുറച്ച് ഫീലുകൾ എന്ത് ചെയ്യാം നോക്കാം. നമ്മള് ഇനി ഇതെന്താ വായിക്കാം? ദഹബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ദഹബ എന്ന് പറഞ്ഞാൽ പോയി. ഗോ ഗോ വെന്റ് പോയി. ഗോ പറയുമ്പോ പ്രസന്റ് ആണ്, വെന്റ് ആണ് നല്ലത്. അപ്പൊ ദഹബ എന്ന് പറഞ്ഞാല് ഫാല പോലുള്ള ഫീൽ ആണ് കേട്ടോ. ഫാല ഈക്വൽ ടു ദഹബ എന്നാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയേണ്ടത് ഞാൻ പോയി എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഈ ദഹബനെ എങ്ങനെ ആക്കിയാലാണ് അങ്ങനെ ഒരു അർത്ഥം കിട്ടുക?
നമ്മൾ പറഞ്ഞു ഫാല എന്നുള്ളത് ഒരാള് അവനൊരു പുരുഷൻ. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഫാല എന്നുള്ളത് ആ ആ ആ പറയണ്ടേ. ഓക്കെ ഓക്കെ. ദഹബ്തു എന്നാണ് പറയേണ്ടത്. ദഹബ്തു എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഫാല പഠിച്ചത്, ഫാല ഇതിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയത് ഫാല മാത്രം പഠിക്കാനല്ല, ഏത് ഫീലും ആ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ അർത്ഥം കിട്ടുമെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫാല എന്നുള്ളത് ഫാല എന്നുള്ള ഒരു പുരുഷൻ പ്രവർത്തിച്ചു, അത് ഞാൻ എന്നാക്കണം. ഞാൻ പ്രവർത്തിച്ചു എന്നാക്കാൻ നമ്മൾ എങ്ങനെ അതിനെ മാറ്റി? ഫാൽത്തു എന്നാണ് ചെയ്തത് അല്ലെ? ഫാൽത്തു എന്നാണ് മാറ്റിയത്. ഞങ്ങൾ പ്രവർത്തിച്ചു എന്നത് ആക്കാൻ വേണ്ടിയിട്ട് ഫഅൽന എന്നാണ് പ്രയോഗിച്ചത്. അതുപോലെ ദഹബ എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്നർത്ഥം. അപ്പൊ ഞാൻ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ദഹബ്തു എന്ന് പറയണം. ഞാൻ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ദഹബ്തു എന്ന് പറയണം. ഞങ്ങൾ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ദഹബ്ന എന്ന് പറയണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവൾ ഒരു സ്ത്രീ പോയി എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ ഒരു സ്ത്രീ പോയി. ആ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം, ക്ലിയർ ആക്കണം. ദഹബത്തി എന്നല്ല, ദഹബത്ത് എന്നാണ്. നമ്മൾ പറഞ്ഞു ഈ രണ്ടാമത്തത് അവൾ. അവൾ എന്ന് പറയുമ്പോ അവിടുത്തെ ലമീർ ഏതാണ്? ഹിയ എന്നാണ് അല്ലേ? അവൾ പോയി എന്ന് പറഞ്ഞ അർത്ഥം ഹിയ എന്നാണ്. അപ്പൊ ഫഅലത്ത് എന്നതിന്റെ സ്ഥാനത്താണ്, ഫഅലത്ത് എന്നതിന്റെ സ്ഥാനത്താണ്. അപ്പൊ ദഹബത്ത് എന്ന് പറയും. ഓക്കെ. ഇനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പോയി എന്ന് എങ്ങനെ പറയും? ഉം? ആ ദഹബ് ദഹബ്തുമാ എന്നാണ് പറയേണ്ടത്. അവിടെ എന്താണ് അൻതുമാ ലമീർ വരുന്ന രൂപത്തിലാണ് പറയേണ്ടത്. വേറെ എന്തോ സൗണ്ട് കേൾക്കുന്നു. ഇത് എവിടുന്നാണ്? എക്കോ. ഈ ഹമീദ് ഖന്റെ എക്കോ വരുന്നുണ്ട്. പറഞ്ഞോളൂ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ദഹബ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു ഫീല് നോക്കാം. ലൊറബ എന്ന് പറഞ്ഞാൽ എന്താ? ലൊറബയാണ് അടിച്ചു. അപ്പൊ അവൻ അടിച്ചു എന്ന് എങ്ങനെ പറയാം? അവൻ അടിച്ചു. ലൊറബ തന്നെ. ഓക്കെ. ഇനി അവർ കുറെ സ്ത്രീകൾ അടിച്ചു എന്നെങ്ങനെ പറയും? അവർ കുറെ സ്ത്രീകൾ അടിച്ചു എന്നിങ്ങനെ പറയും. ഓക്കെ, വെരി ഗുഡ്. സ്പീഡ് ആയില്ലേ? ലൊറബിന. അപ്പൊ അവിടുത്തെ ലമീർ എന്താ? ലൊറബിന എന്ന് പറയുമ്പോൾ ലമീർ എന്താ? ഉമ്മ ആണോ? ഉമ്മ ആണുങ്ങൾക്ക് പറയണല്ലേ? ഇവിടെ അവർ കുറെ സ്ത്രീകൾ അടിച്ചെന്നല്ലേ പറഞ്ഞേ? യെസ് യെസ് യെസ്. ഉന്നയാണ് അവിടുത്തെ ലമീർ. അപ്പൊ ഈ ലൊറബ പ്ലസ് ഉന്നയാണ് എന്ത്? ലൊറബിന എന്നുള്ളത്. ലൊറബ പ്ലസ് ഉന്നയാണ് ലൊറബിന. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലൊറബ പ്ലസ് അൻതി എന്തായിരിക്കും? അൻതി. ലൊറബ പ്ലസ് അൻതി. ഓക്കെ, വെരി ഗുഡ്. ലൊറബ്തി. ലൊറബ പ്ലസ് അൻതി ലൊറബ്തി. അങ്ങനെയാണെങ്കിൽ ലൊറബ പ്ലസ് നഹ്നു. നഹ്നു എങ്ങനെ വരിക? ലൊറബ പ്ലസ് നഹ്നു.
ദറബ്ന. അതിന്റെ അർത്ഥം എന്താ വരിക? ഞങ്ങൾ അടിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് കുറെ വാക്കുകൾ ഇപ്പൊ ഉണ്ടാക്കാൻ പഠിച്ചു. ഫസ്റ്റ് വാക്ക് തന്നാ മതി അല്ലെ? ഫസ്റ്റ് ഒരു വാക്ക് കിട്ടിയാൽ മതി. അതിനനുസരിച്ച് നമുക്ക് എത്ര വാക്കും ഉണ്ടാക്കാം. അതിലെ ഏത് രീതിയിലും പറയാൻ പറ്റും. ഇപ്പോ വേറൊരു ഫീല് പറയാം. വേറെന്താ എന്താ പറയണ്ടേ? ജലസ് ആയിക്കോട്ടെ. ജലസ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നു. ഇപ്പോ അവർ രണ്ട് സ്ത്രീകൾ ഇരുന്നു എന്നെങ്ങനെ പറയും? ആ, ജലസത്ത് ജലസത്ത. ഓക്കെ, ഗുഡ്. നീ നിങ്ങൾ കുറെ പുരുഷന്മാർ ഇരുന്നു എന്ന് എങ്ങനെ പറയും? നിങ്ങൾ കുറെ പുരുഷന്മാർ ഇരുന്നു. ഉം? ആ, യെസ് യെസ്. ജലസ്തും. അതിങ്ങനെ സർഫാക്കി വെക്കാൻ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ സർഫാക്കി വെക്കുക. ജലസ ജലസ ജലസു, ജലസത്ത് ജലസത്ത, ജലസ്ന, ജലസ്ത ജലസ്തമ ജലസ്തും, ജലസ്തി ജലസ്തുമ ജലസ്തുന്ന, ജലസ്തു ജലസ്ന. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഫോക്കസ് ചെയ്തിട്ട് അവിടെ വെച്ച് നിർത്താം. നിങ്ങൾ അൻതുമിന്റെ സാധനമാണ് നോക്കുന്നതെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഓക്കെ, നമുക്ക് അർത്ഥം കിട്ടിയല്ലോ. അതാണല്ലോ നമ്മളെ ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ. ആ, എന്താ ചോദിക്കാണ്ടോ? അല്ല, നമ്മൾ സർഫാക്കി വെക്കാം, അപ്പൊ മനസ്സിലാവുമല്ലോ. ലൊറബ ഒന്ന് സർഫാക്കി വെക്കി. ലൊറബ ലൊറബ ലൊറബു. അന എത്തുമ്പോ നിർത്തിയാൽ മതി. അന ലമീറിന്റെ അടുത്ത് എത്തുമ്പോ നിർത്തിയാൽ മതി. ലൊറബ ലൊറബ ലൊറബു, ലൊറബത്ത് ലൊറബത്ത ലൊറബ്ന, ലൊറബ്ത ലൊറബ്തുമാ ലൊറബ്തും, ലൊറബ്തി ലൊറബ്തുമാ ലൊറബ്തുന്ന, ലൊറബ്തു ലൊറബ്ന. അപ്പൊ എങ്ങനെ പറയാ? ആ, യെസ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങള്. പിന്നെ ഹുവ ഹുമാ ഹും, അത് കാണാതെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അതും ക്ലിയർ ആയിട്ടില്ലേ? ഏത്? ആ, അത് എഴുതാനാണോ? മീൻസ് അത് ഞാന് ഈ ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഓക്കെ, അത് കിതാബിലുണ്ട്. ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് കിതാബ് കാണിക്കാം. ഉം. കിതാബ് നമ്മളെ LMS-ലുണ്ട്. കിതാബ് ആ റിസോഴ്സിലുണ്ട്. ഞാൻ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോരില്ല കേട്ടോ. ഞാൻ സ്ക്രീൻ ഏതായാലും ഇപ്പൊ ഷെയർ ചെയ്യാം. എങ്ങനെ? ലമീർ എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ്. സബ്ജക്റ്റ് പറഞ്ഞാൽ എന്താ പറയാ മലയാളത്തില്? ചെയ്ത ആളുണ്ടാവൂലേ? കർത്താവ് എന്നൊക്കെ പറയില്ലേ? മീൻസ് പ്രവൃത്തി ചെയ്ത ആളെ. ഹലോ. ആ, ആ. ഗായിബ്, ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം ആണ്. അത് പറഞ്ഞല്ലോ, ഏതൊരു ഫീൽഡ് എടുത്താലും നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും.
ഇപ്പോ നമ്മൾ പറഞ്ഞു ഫഅല, ഫഅല, ഫഅലു, ഫഅലു എന്ന് പറഞ്ഞില്ലേ? ഫഅലു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഫഅലു അല്ല. ഫഅലു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഓക്കെ, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. അപ്പോ ഇവിടുത്തെ ലൊമീർ എന്നതാണ്, അവർ കുറെ പുരുഷന്മാർ എന്നതാണ്. അത് വായിബാണ്. വായിബാണെന്ന് വെച്ചാൽ അവർ ഇവിടെ ഇല്ലാത്ത ആൾക്കാർ, അവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അവർ പ്രവർത്തിച്ചു എന്നല്ലേ പറയുന്നത്. ഹാദിർ, ഹാദിർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ. അപ്പൊ നീ ചെയ്തു, നിങ്ങൾ ചെയ്തു, അങ്ങനെ പറയുന്നതാണ് ഹാദിർ എന്ന് പറയാം. ഇനി മുത്തക്കല്ലിം എന്ന് പറഞ്ഞാലോ, ഞാന്, ഞങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞാണ് മുത്തക്കല്ലിം എന്ന് പറയാം. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബിന്റെ തുടക്കാട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദു. തുടങ്ങിയിട്ട് ആദ്യമായിട്ട് പറയുന്ന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മളിപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അറബിയിൽ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ അഫ്ആല അലാ അർബാത്തി അക്സാമിൻ, ഫീലുകൾ നമ്മൾ പഠിച്ചു. 4 ഇനാണ്, 4 ഇനമാണ്. മാലി മിസ്ലു ഫഅല വളറബ, മുസ്തഖ്ബിൽ മിസ്ലു യഫ്അലു വയദ്രിബു, വഅംറുൻ മിസ്ലു ഇഫ്അൽ വദ്രിബ്, വനഹിയൻ മിസ്ലു ലാ തഫ്അൽ ലാ തദ്രിബ്. അപ്പോൾ ഓരോന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉദാഹരണവും പറഞ്ഞു. ഇനി നമ്മളിപ്പോ സർഫാക്കിയ ഫഅല ഫഅല എന്നുള്ളത് ഫിഅലുൽ മാദി അൽ മഅറൂഫുൽ മുസ്ബത്താണ്. ഫിഅൽ മാദി മഅറൂഫ് മുസ്ബത്താണ്. ഓക്കെ, മാദി എന്താണെന്ന് പറഞ്ഞു, മഅറൂഫ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, മുസ്ബത്ത് ഇനി പഠിക്കാം നമുക്ക്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതില് നമ്മളിങ്ങനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി, ഫഅല ഫഅല ഫഅലു എന്നൊക്കെ ഉള്ളത്. ഇനി ഈ കൊടുത്തതിനെ ഇതിന്റെ സീഗ എന്നൊക്കെയാണ് പറയാം. ഈ അടിയിൽ കാണുന്നില്ലേ, ഫീല് മാദി മഅറൂഫ് മുസ്ബത്ത് ലിദ്ദക്കരിൽ ഗായിബി ളമീറുഹു ഹുവ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഫഅല എന്താണെന്നുള്ളതിന്റെ അർത്ഥം, ഫഅലയുടെ അർത്ഥം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണ്. ഫഅല എന്ന് പറഞ്ഞാൽ ഫീല് മാദിയാണ്, മാദിയായ ഫീലാണ്, മഅറൂഫാണ്, അതിന്റെ ചെയ്ത ആള് അറിയപ്പെടുന്ന ആളാണ്, മുസ്ബത്താണ്, അത് ഉണ്ട്, പോസിറ്റീവ് ആണ്. ലിദ്ദക്കരിൽ ഗായിബി, പിന്നെ ഇത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫീൽ ഉപയോഗിക്കുന്നത്? ഗായിബായ, സ്ഥലത്തില്ലാത്ത പുരുഷന്മാരെ സൂചിപ്പിക്കാനാണ്. ളമീറുഹു, ഇതിന്റെ ളമീർ ഹുവ എന്നാണ്. ഓക്കെ, ഇനി അങ്ങനെ എല്ലാത്തിന്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മനസ്സിലാക്കിയതിന്റെ അർത്ഥം അറബിയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ളമീറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ലാസ്റ്റ് ഉണ്ട് ളമീറുഹു ഹുമ, ളമീറുഹു ഹും, പിന്നെ ളമീറുഹു ഹിയ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫഅൽതു ഫഅൽന വരെയുണ്ട്. ഇനി ഇതിപ്പോ ഫസ്റ്റ് പാഠമായിരുന്നു കേട്ടോ നമ്മൾ എടുത്തത്. ഇതിന്റെ ഫസ്റ്റ് പാഠം കഴിഞ്ഞു. എന്നിട്ട് അതിന്റെ ശേഷം എന്തുണ്ടാവും? അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ അതില് ഒന്ന് ഫസ്റ്റ് ആൻസർ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ സ്വയം നോക്കി മനസ്സിലാക്കി വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഇവിടെ അർത്ഥം വെക്കാം. ക്വസ്റ്റ്യന്റെ അർത്ഥം നമുക്ക് നോക്കാം. കം കിസ്മൻ ലഫ്ആലു വമാഹിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫീലുകൾ എത്ര ഇനാണ്, ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓർമ്മയില്ലേ ഫീലുകൾ എത്രയാണെന്ന്? ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ മാലി കം നൗഅനൽ മാലി വമാഹിയ. മാലി എത്രണ്ണാണ്, അത് ഏതൊക്കെയാണ്? കിതാബിന്റെ തുടക്കത്തിൽ ഉണ്ടാവും അത്. ഓക്കെ, നോക്കിയാൽ മതി. മാലി എത്രണ്ണാണ്, അത് ഏതൊക്കെയാണ്? പിന്നെ കം വജലിൽ മാലിൽ മാറൂഫി. മാലി മാറൂഫിന് എത്ര ഇനങ്ങളുണ്ട്? മാലി മാറൂഫിന് എത്ര ഇനങ്ങളുണ്ട്? മാലി മാറൂഫിന് എത്ര ഇനങ്ങളുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ.
അത് ഫസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ്. ഇനി പ്രാക്ടിക്കൽ സാധനത്തിലേക്കാണ് വരുന്നത്. നമ്മൾ നമ്മൾ എഴുതി കാണിച്ചതുപോലെ തന്നെയുള്ള സാധനമാണ് ഇവിടെ കൊടുത്തത്. കണ്ടോ, കത്തബ പ്ലസ് ഹിയ, കത്തബത്ത്, കത്തബ പ്ലസ് ഹിയ കത്തബത്ത്. ലൈബ, കത്തബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതി. കത്തബ എന്ന് പറഞ്ഞാല് എഴുതി. ഹിയ എന്നാവുമ്പോ അവൾ. അപ്പോൾ കത്തബ പ്ലസ് ഹിയ കത്തബത്ത്, അവൾ എഴുതി എന്നർത്ഥം വന്നു. ലൈബ പ്ലസ് ഹും, ലൈബ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാ. ഹും എന്ന് പറഞ്ഞാൽ അവർ, പുരുഷന്മാർ, അവർ കുറെ പുരുഷന്മാർ. ലൈബു എന്നാവുമ്പോ അവർ കളിച്ചു, അവർ കുറെ പുരുഷന്മാർ കളിച്ചു എന്നർത്ഥം വരും. ഇനി നമുക്ക് ചെയ്യേണ്ട വർക്കുകളാണുള്ളത്. നദറ പ്ലസ് നഹ്നു, ഇവിടെ ഓരോ ലൊമീർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓരോ ഫീലുകളും ഉണ്ട്. അപ്പൊ അത് കൂട്ടിച്ചേർത്താല് വേറൊരു ഫീലാവും. നദറ, നദറ പറഞ്ഞാൽ നോക്കുക. നഹ്നു, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ നോക്കി എന്നുള്ളൊരു ഫീല് ഇവിടെ കിട്ടും നദറ പ്ലസ് നഹ്നു കൊടുത്താല്. നദറ പ്ലസ് നഹ്നു എന്താ വരിക? നദർന എന്ന് വരും. പിന്നെ ദഹബ, ദഹബ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു, ദഹബ പ്ലസ് ഹിയ, ദഹബ പറഞ്ഞാൽ പോയിന്ന. ഇനി കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. കത്തബ പ്ലസ് അല്ല വസല ഉണ്ടല്ലേ, വസല പറഞ്ഞാല് കുളിച്ചു എന്നർത്ഥം. വസല ഹും, അപ്പൊ അവർ കുളിച്ചു എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടും. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്താൽ കിട്ടും. ഇനി കത്തബ പ്ലസ് അൻത, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, അൻത എന്ന് പറഞ്ഞാൽ നീ. അപ്പൊ എങ്ങനെ വരിക? കത്തബ്ത എന്നാണ് വരിക. കത്തബ്ത എന്ന് പറഞ്ഞാൽ നീ എഴുതി എന്നർത്ഥം. പിന്നെ കറഹ, കറഅ ഹുവ, കറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഇക്ര ഇല്ലേ, ഇക്ര, കറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഹുവ ഒരാള്. ഇനി ലൈബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കളിച്ചു. ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു. ദറസ പ്ലസ് പിന്നെ എന്താന്ന് വരിക ഇവിടെ ചോദിച്ചത്. പിന്നെ സെമിയ, സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു, പ്ലസ് അൻതുന്ന എന്താ വരിക എന്നുള്ളതാണ്. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. സെക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു. സൊബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു. ഹലറ എന്ന് പറഞ്ഞാൽ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ നൊമീർ കൊടുത്തിട്ട് അതിനനുസരിച്ച് എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ഇവിടെ പറഞ്ഞ എന്താ, നുഹബിലുൽ അഫ്ആലുല്ലാത്തിയ ലാ സിയയിൽ ജമ്മി കമാ ഫിൽ മിസാൽ. ഈ പറഞ്ഞത് ജമ്മാക്കാനാണ്, തന്നിട്ടുള്ളത് ജമ്മല്ല, അതിന്റെ ജമ്മാക്കാനാണ് പറഞ്ഞത്. ദക്കറ, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർക്കുക. അപ്പൊ ദക്കറ ഒരു പുരുഷൻ, അവൻ ഒരു പുരുഷൻ ഓർത്തു എന്നുള്ളത്. അപ്പൊ അത് അവർ കുറെ പുരുഷന്മാർ ഓർത്തു എന്ന് ഇവിടെ ആക്കിയിട്ടുണ്ട്, എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ദക്കറു എന്ന് പറഞ്ഞു. ഇനി ദക്കറത്ത് എന്ന് പറഞ്ഞാല് അവൾ ഒരു സ്ത്രീ ഓർത്തു എന്നാണ്. അപ്പോ ദക്കർന എന്നാക്കിയിട്ടുണ്ട്, അവർ കുറെ സ്ത്രീകൾ ഓർത്തു. ദക്കർത്ത എന്ന് പറഞ്ഞാല് നീ ഒരു പുരുഷൻ ഓർത്തു. ദക്കർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ ഓർത്തു. ദക്കർത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ ഓർത്തു. ദക്കർത്തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ ഓർത്തു. ദക്കർത്തു ഞാൻ ഓർത്തു. ദക്കർന ഞങ്ങൾ ഓർത്തു. ഓക്കെ, അതേപോലെ ഈ സാധനങ്ങളൊക്കെ അബദ, സക്കന, നസറ, അത്തഫ, ലജ, ഈ ഫീലുകളും ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അബദ എന്ന് പറയുമ്പോൾ ആരാധിക്കാന്നാണ്. അബദ എന്ന് പറഞ്ഞാൽ, അബദു എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചു എന്ന് വരും. അബദത്താണെങ്കിൽ അബദിന എന്ന് വരും. അത് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ. നുഹബിറുൽ അഫ്ആലുൽ ആത്തിയ ഇലാ സിയാഇൽ മുസന്ന കമാ ഫിൽ മിസാലി. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഉദാഹരണം വഹദാനാണ് തന്നത്, ഏകവചനാണ് തന്നത്. പിന്നെ എന്താക്കാനാ പറഞ്ഞത്? മുസന്നയാക്കാൻ, തസ്നിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അമില എന്നുള്ളത് അമില എന്നാക്കി, അമിലത്ത് എന്നുള്ളത് അമിലത്ത എന്നാക്കി, അമിൽത്ത എന്നുള്ളത് അമിൽത്തുമ എന്നാക്കി, അമിൽത്തി എന്നുള്ളത് അമിൽത്തുമ എന്നാക്കി. ഇവിടെ മുത്തക്കല്ലിമ കൊണ്ടുവന്നിട്ടില്ല, കാരണം മുത്തക്കല്ലിമിൽ എന്തില്ല, തസ്നിയ ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇതേപോലെ കുറച്ച് പേരുകളും കൊടുത്തിട്ടുണ്ട്. ലഇബ, ലത്തഫ, കബില, സഇദ, ദറസ, ഫറഹ എന്ന് പറഞ്ഞു. അതാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നമുക്ക് ഓർത്തു വെക്കാം മാഹിയത്തുൽ അഫ്ആലുൽ ആത്തിയ. നമ്മളൊരു ഫീലിന്റെ ഓരോ ഫീൽ എടുത്തിട്ട് ഫഅല എന്നതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ
അതിന്റെ മീനിങ് അറബിയിൽ വിശദീകരിച്ചത്. അതിന് സി ആ അല്ലെങ്കിൽ മാഹിയത്ത്, മാഹിയത്ത് സി ആ എന്നൊക്കെ പറയാം. എന്താണ് അതിന്റെ മൊത്തത്തിൽ എന്താണ് ആ സാധനം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സാധനം. ലൊഹി ലൊഹിക്തുന്ന എന്ന് പറഞ്ഞു. ലൊഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിക്കാന്ന് കേട്ടോ. ലൊഹിക്തുന്ന എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ സ്ത്രീകൾ ചിരിച്ചു എന്നാ വരിക. അപ്പൊ അത് ഫെയില് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്. ഇനാസിൽ ഹാലിറാത്തിൽ ലൊമീറുഹു അൻതുന്ന. അതിന്റെ ലൊമീർ അൻതുന്നയാണ്. കുറെ സ്ത്രീകൾക്ക് വേണ്ടി പറഞ്ഞതാണത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കരിഹു എന്നതും. ഓക്കെ, അപ്പൊ അത് അത്രയാണ് ഇതിന്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫസിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഫസില് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫഅല ഫഅല എന്ന ബാബാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ആ മീം അതിന്റെ